ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഹുവാന നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അമ്മ ഇങ്ങനെ എടുത്ത് പറയും. ഒരു പെൺകുട്ടി വന്നു, മിങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അവളുടെ പേര് സിയു എന്നാണ്, ഷാന മാഡത്തിന്റെ മോളാണ്. പക്ഷെ മിങ് വന്നപ്പോ ഇതെന്റെ ഗേൾഫ്രണ്ട് ഒന്നും അല്ലാന്നും പറഞ്ഞ് പിടിച്ചു പുറത്താക്കി. പക്ഷെ ആ പെൺകുട്ടി സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. എന്തായാലും പെട്ടെന്ന് തുണ്ട് രണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്ക് ആകെ ഡൗട്ട് ആകും. അങ്ങനെ തന്നെ റൂമിലേക്ക് പോയിരുന്ന് സീക്ക് കോൾ ചെയ്യും. സീ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോ നാട്ടിലുണ്ട്. ആ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഫോറിനിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് ആണെങ്കിലോ വന്ന ഉടനെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ട് ആണെന്നാ പറയുന്നത്. പക്ഷെ എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെയൊന്നുമല്ല, എന്റെ സിസ്റ്ററിനെ പോലെയാന്നാ പറയുന്നത്. അപ്പോ ഇതിനെ എന്ത് പറയുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ചെയ്യും, മിങ്ങിന്റെ അടുത്തേക്ക് ഏത് പെൺകുട്ടിയാണ് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ശരി, ഇപ്പോ വേണമെങ്കിൽ മിങ്ങെന്ന് തന്നെ വെക്കാം. നീ എന്തായാലും ഇതിനൊരു ആൻസർ എനിക്ക് പറഞ്ഞതാന്ന് പറയും. വേറൊന്നല്ല, മിങ്ങിപ്പോ സിസ്റ്റർ ആണെന്നല്ലേ പറഞ്ഞത്. എന്നാലും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്താണെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറയും. എന്താലോചിക്കാൻ, അതിന് മിങ്ങന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് സീനയും ചീത്ത പറഞ്ഞ് ഹുവാനെ കോള് കട്ട് ചെയ്യും. അതേ ടൈം ഹീനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഏതോ ഒരു പബ്ബിൽ നിൽക്കുമ്പോ പെട്ടെന്ന് സിയു കയറി വരും. സിയുവിനെ കണ്ട് പേടിച്ച് ഹീ ആണെങ്കിലും ഓടി വിളിക്കും. കറക്റ്റ് ആയിട്ട് സിയു വന്ന് പൊക്കും. മര്യാദക്ക് എനിക്ക് എല്ലാ ആൻസറും പറയണം. നിനക്ക് മിങ്ങിന്റെ കാര്യം എല്ലാം അറിയാം. എനിക്ക് മിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണോന്ന് അറിയും. എനിക്കതിന് മിങ്ങിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലാന്ന് ഈ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കും. പിന്നെ മിങ്ങൊന്ന് ശ്വാസം വലിച്ചു വിട്ടാ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. എനിക്ക് മിങ്ങിനെ കുറിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ എന്നറിയും. ആ ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. നിനക്കിപ്പോ എന്താ അറിയണ്ടേന്ന് ഇനി ചോദിക്കും. ഹുവാൻ ആരാണ്, എനിക്ക് ഹുവാനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ജിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഹുവാനയുടെ ഹോട്ടലിൽ കാണിക്കാണ്. ഹുവാനയുടെ റിലേറ്റീവ്സിന്റെ കൂടെ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ ഭയങ്കര വികൃതിയാണ്. ഇപ്പൊ തന്നെ ചെടിച്ചട്ടിയിലുള്ള മണ്ണൊക്കെ കൈയിട്ട് വാരി അതാണെങ്കിലോ ഒരു ക്ലയന്റിന്റെ മേത്ത് തേച്ചു വെക്കും. അതൊരു വൈറ്റ് ഡ്രസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ഇത് കാണുമ്പോൾ ഹുവാനയുടെ റിലേറ്റീവ്സിന് ഭയങ്കരമായിട്ട് ദേഷ്യം കയറും. ഹുവാനയുടെ അമ്മയെ പോലെ തന്നെയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കും. അതുമല്ലാണ്ട് ആ ചെറിയ പയ്യന്റെ അടുത്ത് ഇവര് മാപ്പ് പറയാനും കൂടി പറയും. അമ്മയുടെ കയറി വന്ന് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവസാനം ഹുവാന ഇടക്ക് കയറിയിട്ട്, സോറി സാർ, ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അതുമല്ലാണ്ട് ഡ്രസ്സ് ഞങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്ത് തരാന്ന് പറയും. ഓ, വിവരമുള്ള ഒരാളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഒന്നും നിങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിക്കരുത്. കസ്റ്റമേഴ്സിനെ നോക്കുമ്പോൾ നല്ല ആളുകളെ നോക്കി സെലക്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് നടന്നു പോകും. അപ്പൊ തന്നെ ഹുവാനയുടെ റിലേറ്റീവ്സ് വീണ്ടും ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. ഹുവാന, നീ എന്തായി കാണിച്ചത്? എന്റെ മോന്റെ അടുത്ത് അവരൊരു സോറി പോലും പറഞ്ഞില്ല. എന്തോരം ചീത്തയാണ് അവര് വിളിച്ചതെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്കിൾ, അവൻ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളല്ലേ. അതല്ലാണ്ട് നിങ്ങളും ചെറിയ കുട്ടിയെ പോലെ അയാൾ എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങളൊരു മെച്ചൂർഡ് ആയിട്ടുള്ള ആളല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നാലും അയാളാണെങ്കിൽ അടങ്ങാണ്ട് അകത്തേക്ക് പോയവരെന്തായാലും പുറത്തേക്ക് വരുമല്ലോ. എന്റെ മോന്റെ അടുത്ത് അവരെ കൊണ്ട് ഞാൻ മാപ്പ് പറയിക്കുമെന്നും പറഞ്ഞ് അവിടെ നിൽക്കും. അപ്പൊ തന്നെ ഹുവാന, ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടത്തെ റൂൾസ് അനുസരിച്ച് വേണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാം. ഞാൻ ക്യാഷ് ഒക്കെ പേ ചെയ്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അയാൾ വീണ്ടും ഒച്ച വെക്കും. ആ ടൈമിനാണ് ധോണി അകത്തേക്ക് കയറി വരുന്നത്. എന്താ ഇവിടെ, എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ഈ ഹുവാനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അഹങ്കാരമാണ്. നീ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ കൂടെ ബിസിനസ് സംസാരിക്കാനല്ലേ? അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോവാന്നും പറഞ്ഞ് അയാളും ഭയങ്കര ഓവറായിട്ട് ഒച്ച വെക്കും. അപ്പൊ തന്നെ ധോണിയും, പ്രൊഫഷൻ വേറെ ഫാമിലി വേറെ, ഞാനിത് രണ്ടും രണ്ടായിട്ടാ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ വെക്കേറ്റ് ചെയ്ത് പോയിക്കോന്നും പറഞ്ഞ് ഹുവാനയുടെ കൂടെ പുറത്തേക്ക് വന്നിരിക്കും. അങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടും തുടങ്ങും. ആ ടൈമിനാണ് സിയു ആ വഴി വരുന്നത്. ഇവര് രണ്ടുപേരും കൂടി അടുത്തിരിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ഹീക്ക് അയച്ചു കൊടുക്കും. ഇത് തന്നെയാണ് ഹുവാനയെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീ അപ്പൊ തന്നെ ആ ഫോട്ടോ എടുത്ത് മിങ്ങിനെ കാണിക്കും. ദേ, ഇത് ഹുവാനയാണോന്നും ചോദിച്ച് സിയു എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവാന്ന് പറയും. നീ എന്തിനാണ് ഹുവാനയുടെ കാര്യമൊക്കെ സിയുവിന്റെ അടുത്ത് പറഞ്ഞത്? ഇനി അവൾ എന്തൊക്കെയാ കാട്ടി കൂട്ടാൻ പോകുന്നത്? എനിക്കൊരു പിടിയും ഇല്ലാന്ന് പറഞ്ഞിട്ട് മിങ് നേരെ ഹോട്ടലിലേക്ക് പോകും. സിയു ആ ടൈമിന് ഫോണൊക്കെ എടുത്ത് വെച്ച് ആ ഒരു ഹോട്ടലിൽ മൊത്തം വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ മിങ് അങ്ങോട്ടേക്ക് വന്ന് അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാനായിട്ട് നോക്കും. നീ എന്തായി കാണിക്കുന്നത്? ഞാനൊരു ബ്ലോഗർ അല്ലേ, അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ ഒരുപാട് ലൈക്സും കമന്റ്സും അതേപോലെ ഒരുപാട് ക്യാഷും കിട്ടും. അത് നിനക്ക് അറിയില്ലേന്ന് ഇങ്ങനെ ചോദിക്കും.
പിന്നെ ഒരു ബ്ലോഗർ, നീ നിന്റെ ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകണമെന്ന് പറയും. എന്താ മിങ് എന്നിങ്ങനെ പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നത്? ഞാനിവിടെ വന്നതേ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. എന്റെ കയ്യിൽ അതിനുള്ള കഴിവുണ്ട്. ഞാനിവിടെ ജോലിക്കും കയറുമെന്നും പറഞ്ഞ് പൂവാനയുടെ റൂമിലേക്ക് ഓടിക്കയറും. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാണ്, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ധോനിയും ഇല്ല ഇല്ല ഡിസ്റ്റർബ് ചെയ്തില്ല എന്ന് പറയും. ആ ടൈമിൽ തന്നെ മിങ്ങും അങ്ങോട്ടേക്ക് എത്തും. അപ്പൊ നിങ്ങൾ ഫ്രീ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തോന്ന് പറയും. ഇപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ വേണമെങ്കിൽ റെസ്യൂം വെച്ചിട്ട് പോയിക്കോ, ഞാൻ വിളിച്ചോളാന്ന് ഹുവാനയും പറയും. അതെന്താണ് റെസ്യൂം ഒക്കെ വേണോ ഇവിടെ ജോലിക്ക് കയറണമെങ്കിൽ? നിങ്ങൾ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്ക്, ഞാനേ ഒരു വലിയ ബ്ലോഗറാണ്, 2.5 ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് തന്നെ പോരെ, എനിക്ക് ഒരുപാട് കഴിവൊക്കെ ഉണ്ടെന്നറിയും. ഓ, നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആണല്ലോ, എന്തായാലും നിനക്ക് നിന്റെ കഴിവ് വെച്ച് ഇവിടെ ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, നീ എന്തായാലും ഇപ്പൊ പോയിക്കോന്ന് പറയും. ആ ഓക്കെ, ഞാൻ പോവാണ്, ഞാനേ എന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് മിങ്ങിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. ഇത് കാണുമ്പോ ഹുവാനക്ക് ചെറുതായിട്ടൊക്കെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ഹുവാന വീട്ടിലേക്ക് വരുമ്പോ മിങ്ങാണെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട്. മിങ്ങിന് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ട്, ഇനി എങ്ങാനും അവള് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. മിങ് ചിന്തിച്ച പോലെ തന്നെ ഹുവാനയാണെങ്കിലും മിങ്ങിനെ കണ്ടിട്ട് വലിയ രീതിക്ക് മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അപ്പൊ തന്നെ അമ്മയും, നീ എന്തിനാണ് മോളെ അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്? ഇന്നെന്തായാലും ഇത്തിരി റൂഡായി പോയി, എന്തായാലും അതൊക്കെ വിട്, നാളെ അവര് ഏതോ ഒരു അക്വേറിയത്തിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്, നീ അവരുടെ കൂടെ പോകുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, എനിക്ക് നാളെ ഒരുപാട് വർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു പോകും. അപ്പൊ തന്നെ ഷാവും, അമ്മ ചേച്ചി പറഞ്ഞത് സത്യമാണ്, ചേച്ചിക്ക് ഒരുപാട് വർക്കുണ്ട്, വെറുതെ ഫോഴ്സ് ചെയ്യണ്ടെന്ന് പറയും. ആണോ, ചേച്ചിക്ക് വർക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ തന്നെ നാളെ അവരെയും കൂട്ടി അക്വേറിയത്തിലേക്ക് പോകണം, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ഉത്തരവാദിത്വം അമ്മ അങ്ങനെ തന്നെ ഷാവിന്റെ തലയിലേക്ക് ഇടും. അതേ ടൈം മിങ്ങും പൂവാനയുടെ അടുത്തേക്ക് ചെല്ലും. എന്താ നീ ഇന്ന് അപ്സെറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്, റിലേറ്റീവ്സ് എന്തോ ഒരു ശത്രുക്കളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇത്തിരി മെച്ചൂർഡായിട്ട് പെരുമാറിക്കൂടെ, എനിക്കൊന്നും അറിയില്ല എന്നറിയും. എന്തായാലും നീ റിലാക്സ് ചെയ്, എന്നാ ഈ വൈൻ കുടിക്കുന്നു പറഞ്ഞ് ഒരു ബോട്ടിൽ എടുത്ത് കൊടുക്കും. അപ്പൊ തന്നെ ഹുവാന, നിനക്ക് എന്റെ വീട് സെറ്റ് ആവുന്നുണ്ടോ? വീട്ടിൽ ഇത്തിരി കലബലയായിരിക്കും എന്ന് പറയും. എന്തായാലും ഇത്രയും നാളെ എന്റെ ലൈഫ് ബോറിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, ഇത്തിരി കലബലയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഹുവാനയും വൈനെല്ലാം കുടിച്ചതിന് ശേഷം മിങ്ങിന്റെ കയ്യിലേക്ക് പിടിക്കും. വാ നമുക്കൊന്ന് നടന്നിട്ട് വരാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി മുന്നോട്ട് നടക്കും. അതേ ടൈം ഷാവു ജീക്ക് കോള് ചെയ്യും. ജീക്ക് ഇപ്പൊ വയ്യാണ്ടിരിക്കുവാണ്. എന്താ നിന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊട്ടും വയ്യ, അതുകൊണ്ടാണ്, പിന്നെ എനിക്കൊരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്, നാളെ എന്റെ മകനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, എന്റെ റിലേറ്റീവ്സിനെയും കൂട്ടി ഞാൻ നാളെ അക്വേറിയത്തിലേക്ക് പോകുന്നുണ്ട്, അപ്പോ നീയും നിന്റെ മോനുമായിട്ട് അങ്ങോട്ടേക്ക് വാ, അവരുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ട് അവരെ എൻജോയ് ചെയ്തോളൂ എന്നും പറഞ്ഞ് സിയും അതിനെ സമ്മതിക്കും. അതേ ടൈം ഹുവാനയും മിങ്ങും കൂടി ഒരു ബസ്സിലേക്ക് കയറും. അതില് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാനായിട്ടുള്ള സീറ്റ് ഇല്ല, ഒരു ചെറിയ പയ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ മിങ്ങ് നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന്, മോനെ മോനെ മോൻ അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരിക്കാമോ, ചേച്ചിയും ചേട്ടനും കൂടി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഇല്ല ഇല്ല, ഞാൻ മാറില്ല, ആ ചേച്ചിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ തന്നെ ഇരിക്കുമെന്നും പറഞ്ഞ് വാശി പിടിക്കും. പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് രണ്ടുപേരും മാറി മാറിയിരിക്കും. ആ കൊച്ചാണെങ്കിലും ഹുവാനയുടെ അടുത്ത്, ചേച്ചിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, ചേച്ചിയുടെ സ്ഥലം എവിടെയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ മിങ്ങിന് കുശുമ്പ് കയറും. മോന്റെ കയ്യിലിരിക്കുന്ന ഗണ്ണില്ലേ, അതേപോലുള്ള ഒരു ഗണ്ണും വെച്ച് ഒരു പെൺകുട്ടി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയും. ആണോ, ഞാനെന്നാ നോക്കിയിട്ട് വരാന്നും പറഞ്ഞ് ആ പയ്യൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകും. തിരിച്ചു വരുമ്പോ നിനക്ക് സീറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മിങ്ങ അങ്ങനെ തന്നെ സീറ്റിലേക്ക് കയറിയിരിക്കും. എന്തായാലും കൊള്ളാം, നുണയൊക്കെ പറഞ്ഞ ആ പയ്യനെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടല്ലേ എന്ന് എന്നെ ചോദിക്കും. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല, സത്യമാണ് പറഞ്ഞത്, സത്യമായിട്ട് ഒരു പെൺകുട്ടി അതേപോലെയുള്ള ഗണ്ണും വെച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, സത്യമെന്ന് പറയും. എന്തായാലും നീ കുഞ്ഞിലെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെ കുറുമ്പൊക്കെ കാട്ടി കാണൂലേ എന്ന് ഹുവാനെ ഇങ്ങനെ ചോദിക്കും. ഞാൻ കുഞ്ഞിലെ ഒന്നും കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, കുറുമ്പ് കാട്ടാനായിട്ട് എനിക്ക് ചൈൽഡ്ഹുഡില് ഒരു ഫ്രണ്ടും ഉണ്ടായിട്ടില്ല. അല്ല, നിന്റെ ഫ്രണ്ട് അല്ലേ ധോനി, രണ്ടുപേരും കൂടി മുട്ടിയൊരുമി നിന്നേച്ചതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന, നീ ആകെ ധോനിനെ 2 തവണയല്ലേ കണ്ടിട്ടുള്ളൂ, പിന്നെന്താ നിനക്ക് പ്രോബ്ലം, ഞങ്ങള് മുട്ടിയൊരുമി നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് പറഞ്ഞ
പറഞ്ഞതല്ലേ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ എനിക്ക് പ്രോബ്ലം ഇല്ലാണ്ടിരിക്കുവെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുന്ന പറയും. പ്രൂവ് ചെയ്യാനോ? ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യുമെന്നും പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നിൽക്കും. അപ്പൊ തന്നെ ഹുവാന, പ്രൂവ് ചെയ്യാൻ പോലും നിനക്കറിയില്ലേ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മിങ്ങിനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. മിങ്ങിനും ഷോക്കായിട്ട് തിരിച്ച് കിസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ചിന്തയില് കുറച്ചു നേരം നിൽക്കും. പിന്നെ എന്തും വരട്ടെ എന്നും പറഞ്ഞ് ഹുവാനെ പിടിച്ച് കിസ് ചെയ്യും. അങ്ങനെ ഒഫീഷ്യലി രണ്ടുപേരും ഇപ്പോ ലവേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് വരും. ഇപ്പൊ പാരന്റ്സിന്റെ അടുത്ത് ഒന്നും പറയണ്ട, അവരിപ്പോ അറിയാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നീട് ടൈം എടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഡബിൾ ഓക്കെ, വാ നമുക്ക് അകത്തേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് പോകും. മിങ്ങാണെങ്കിലോ ഹുവാനയുടെ കൈയൊന്നും വിടുന്നില്ല. എനിക്ക് നിന്റെ കൈ വിടാനേ തോന്നുന്നില്ല എന്ന് പറയും. പ്ലീസ് ഇപ്പൊ കൈവിട്, അമ്മയെങ്ങാനും വന്ന് കണ്ട പ്രശ്നമാകും. എന്തായാലും റൂമിലേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി റൂമിലേക്ക് പോകും. മിങ്ങാണെങ്കിലോ ബാൽക്കണിയിൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എന്ത് ധൈര്യത്തോടു കൂടിയാണ് അവൾ എന്നെ കിസ് ചെയ്തത്, ശരിക്കും ഞാനാണ് ഒരു മണ്ടനെ പോലെ മാറി നിന്നേന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഫോൺ എടുത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടി നാളെ ഒരുമിച്ച് ഓഫീസിലേക്ക് പോയാലോ എന്ന് ചോദിച്ച് ഹുവാനക്ക് ഒരു മെസ്സേജ് അയക്കും. നാളെ രാവിലെ തന്നെ അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകും. നിനക്ക് വേണമെങ്കിൽ 5 മണിക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് ഹുവാനയും തിരിച്ചൊരു മെസ്സേജ് അയക്കും. കുറച്ചു നേരമായിട്ടും അതിന് റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ എന്ന് ഹുവാന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ബാൽക്കണിയുടെ ഡോറിൽ ആരോ കൊട്ടുന്ന പോലെ കേൾക്കും. അങ്ങനെ തുറന്നു നോക്കുമ്പോ നമ്മുടെ മിങ് മുകളിൽ നിന്ന് ഫോണ് താഴേക്ക് നൂല് കെട്ടി ഇറക്കിയേക്കുവാണ്. അതിലാണെങ്കിലോ പുറത്തേക്ക് വാ മാഡം എന്നും പറഞ്ഞ് ഒരു മെസ്സേജും ഉണ്ട്. അങ്ങനെ ഇത് കണ്ട് ഹുവാന പുറത്തേക്ക് വരും. അങ്ങനെ അപ്പൊ തന്നെ മിങ്ങും ആ ഫോൺ മുകളിലേക്ക് വലിച്ചിറക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് നിന്നെ കാണാൻ വേണ്ടി വിളിച്ചെന്നറിയും. ഓ അങ്ങനെയാണോ സാർ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ബാൽക്കണി ടു ബാൽക്കണി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇതാണെങ്കിലോ ഉറങ്ങിക്കിടക്കുന്ന അമ്മ കേൾക്കും. എന്താണിത്, ബാൽക്കണിയിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇനി ബാൽക്കണിയിൽ വല്ല എലിയും വന്നിട്ടുണ്ടാകുമോ, നാളെ തന്നെ എലിവശം വാങ്ങി അതിനെയൊക്കെ കൊന്നു കളയോന്നും പറഞ്ഞ് അമ്മയും കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. അങ്ങനെ ഷാവും സിയും സിയുടെ കുട്ടിയും ബാക്കിയുള്ള റിലേറ്റീവ്സുമായിട്ട് അക്വേറിയം കാണാനായിട്ട് ചെല്ലും. സിയുടെ കുട്ടിയാണെങ്കിലോ ഷാവിന്റെ റിലേറ്റീവിന്റെ കുട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങും. സിയുടെ കുട്ടിയുടെ കയ്യിൽ ഒരു റോബോട്ട് ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോ ആ മറ്റേ പയ്യന് ഇത് വേണോന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാണ്ട് കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കും. ഇത് കാണുമ്പോ തന്നെ ഷാവ് വരും. നീ എന്തായി കാണിച്ചത്, അവൻ ചെറിയ കുട്ടിയല്ലേ, ആ റോബോട്ട് അവന് തിരിച്ചു കൊടുക്കാനായിട്ട് പറയും. ഇല്ല ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞ് ആ ഒരു കുരുത്തം കെട്ട പയ്യൻ ആ റോബോട്ട് നിലത്തിട്ട് പൊട്ടിക്കും. ഇത് കാണുമ്പോൾ ഷാവിന് ദേഷ്യം കയറും. അങ്ങനെ തന്നെ ആ പയ്യനെ ഒരുപാട് ചീത്തയൊക്കെ പറയും. അപ്പോഴാണ് ആ പയ്യന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്താടായി കാണിക്കുന്നത്, അവൻ ചെറിയ കുട്ടിയല്ലേ, മര്യാദക്ക് സംസാരിക്കാൻ നിനക്കറിയില്ലേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ജീക്ക് ദേഷ്യം കയറും. മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ മകനാണ്, എന്റെ മകനോട് കാണിച്ചത് കണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. എന്താടാ നീ ഇത്തിരി ഓവറായിട്ട് പോകുന്നുണ്ടല്ലോ, നീ ലോയറാണെന്ന് വെച്ച് നീ പറയുന്നത് കേട്ട് ജീവിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. നീ എന്റെ വീട്ടിലൊക്കെ താമസിക്കുമ്പോ എന്റെ അച്ഛന്റെ ക്യാഷൊക്കെ അടിച്ചു മാറ്റുമായിരുന്നില്ലേ, അതൊക്കെ ഞാൻ നിന്റെ അമ്മേനെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഷാവിനും ദേഷ്യം കയറി ഫോൺ എടുത്ത് കൈ കൊടുത്ത് ഇപ്പൊ തന്നെ നീ വിളിച്ചു പറഞ്ഞോന്നും പറഞ്ഞ് സീനയും കുട്ടീനെയുമായിട്ട് ഷാവ് അവിടെ നിന്ന് പോകും. അതേ ടൈം ഹുവാനെ കാണിക്കാണ്. ലഞ്ച് ടൈം ആവുമ്പോ ഒരു സാൻഡ്വിച്ച് മാത്രം ഓർഡർ ചെയ്ത് അത് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിങ്ങ വരും. അതും ഒരുപാട് ഡിഷൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ഫുഡൊക്കെ ആവശ്യമാണോ എന്ന് ചോദിക്കും. നിനക്കല്ലേ ഫുഡ് പോലും കഴിക്കാൻ ടൈം ഇല്ലാത്തത്, നിനക്ക് സ്വന്തമായി ഒരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം പോലും അറിയില്ല, പക്ഷെ എനിക്കത് ഓർമ്മയുണ്ടല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കും. ആ ടൈമിന് ഹുവാനയുടെ അച്ഛന്റെ അടുത്ത് നിന്നും കോള് വരും. ഷാ ഒരു കുറുമ്പ് കാട്ടി വെച്ച് മോളെ, അതിന്റെ ദേഷ്യത്തില് റിലേറ്റീവ്സ് എല്ലാരും നമ്മുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. ഇതൊരു വലിയ ഇഷ്യൂ ആവുന്നതിന് മുമ്പ് മോൾക്കൊന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ അച്ഛനാ ഇപ്പൊ തന്നെ വരാന്നും പറഞ്ഞ് ഹുവാനയും കോള് കട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകും. അതേ ടൈം വീട്ടിലാണെങ്കിലും റിലേറ്റീവ്സ് എല്ലാവരും കൂടി ആ ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നീ ഞങ്ങളെ അവിടെ ഇട്ടിട്ട് പോയി, നിനക്ക് അറിവുണ്ടോന്നും ചോദിച്ച് ഷാവിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.